പൂരത്തിന്റെ മാത്രമല്ല രാഷ്ട്രീയത്തിന്റെയും ആവേശക്കടലിരമ്പുന്ന മണ്ണാണ് തൃശൂർ. ഓരോ ഇലക്ഷൻ വരുമ്പോഴും കേരളം മുഴുവൻ കണ്ണുനട്ടിരിക്കുന്നത് ഇങ്ങോട്ടേക്കാണ്. കാരണം ഇവിടെ പ്രവചനങ്ങൾ പലപ്പോഴും പാളും, വമ്പന്മാർ വീഴും, അട്ടിമറികൾ സംഭവിക്കും. കെ കരുണാകരന്റെ തട്ടകമായിരുന്ന കാലം മുതൽ സുരേഷ് ഗോപിയുടെ തൃശൂർ എനിക്ക് വേണം, നിങ്ങൾ എനിക്ക് തരണമെന്ന മാസ് ഡയലോഗ് വരെ തൃശൂർ കണ്ടത് അതിശക്തമായ ത്രികോണ മത്സരങ്ങളാണ്. പഴയ പ്രതാപങ്ങളും പുതിയ തന്ത്രങ്ങളും തമ്മിലുള്ള പോരാട്ടം. ഇടതും വലതും കാവൽ നിന്ന മണ്ണിൽ താമര വിരിഞ്ഞത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായി. ഇന്ന് തൃശൂർ വെറും ഒരു മണ്ഡലമല്ല, ദേശീയ ശ്രദ്ധാകേന്ദ്രമാണ്. വികസന മോഹങ്ങളും വിശ്വാസ രാഷ്ട്രീയവും അടിയൊഴുക്കുകളും ഒരേപോലെ വിധി നിർണ്ണയിക്കുന്ന ഇടം. വോട്ട് ചോദിച്ച് വരുന്നവരോട് നീ പോമോനെ ദിനേശ എന്ന് പറയാതെ എല്ലാം കേട്ട് ചിരിച്ചു നിൽക്കുന്ന തൃശൂർക്കാരുടെ മനസ്സിലിരിപ്പ് ആർക്കും പിടികിട്ടില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ പോലും അഭിപ്രായപ്പെടുന്നത്. ഭരണമായാലും രാഷ്ട്രീയമായാലും തൃശൂർക്കാർക്ക് ഒരു കണക്കുണ്ട്. ആ കണക്ക് തെറ്റിയാൽ പിന്നെ പൂരത്തിന് വെടിക്കെട്ട് കാണുന്ന ആവേശത്തിൽ റിസൾട്ട് വരും. തൃശൂരിന്റെ അടുത്ത രാഷ്ട്രീയ നീക്കം എന്തായിരിക്കും എന്നുള്ളതറിയാൻ ഇനി കുറച്ച് നാളുകൾ മാത്രം. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ വിയോൺ സാനിറ്ററി നാപ്കിൻസ്.